നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പുസ്തക വിതരണ എൻട്രി നടത്തുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് എൻട്രി ചെയ്യുന്നത് നോക്കിയിരുന്നു. ഇന്നിപ്പോൾ നമുക്ക് നോക്കുവാനുള്ളത് ചെയ്തിരിക്കുന്ന എൻട്രികളുടെ, അതായത് ഡെലിവറി നോട്ടാണെങ്കിലും ഓപ്പണിംഗ് സ്റ്റോക്ക് ആണെങ്കിലും അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എങ്ങനെ എടുക്കുക എന്നുള്ളതാണ്. അന്ന് എക്സ്പോർട്ട് ചെയ്ത് അന്ന് എക്സെല്ലോ ഡോക്യുമെൻറ്റോ ആക്കുന്നത് എങ്ങനെയാണ്, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. പുസ്തക വിതരണം നമ്മൾ ഇടതുവശത്തെ പ്രധാന ടാബിൽ ക്ലിക്ക് ചെയ്തു. വലതുവശത്ത് ചെയ്തിരിക്കുന്ന ഡെലിവറികളുടെ ലിസ്റ്റ് വന്നു. ഒരു ഡെലിവറി നോട്ട് പ്രിൻ്റ് ഔട്ട് എടുക്കുന്നതിന് ഒന്നുകിൽ ആ ഡെലിവറി നോട്ടിൻ്റെ ഇടതുവശത്ത് ഈ രീതിയിൽ സെലക്ട് ചെയ്യുകയോ അതല്ല എങ്കിൽ ആ ഡെലിവറി നോട്ട് ഓപ്പൺ ചെയ്യുകയോ ചെയ്തിട്ട് നമുക്കിവിടെ 3 ഡോട്ടുള്ള ബട്ടൺ മുകളിലുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷോ ഇൻ റിപ്പോർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ വരും. അവിടെ മൗസ് വയ്ക്കുമ്പോൾ ഇങ്ങനെ ഒരു 4 മെനു ഐറ്റം വരും. അവിടെ ബുക്ക് ഇഷ്യൂ മലയാളം, ബുക്ക് ഇഷ്യൂ ഇംഗ്ലീഷ്, മലയാളം റേറ്റ് വൈസ്, ഇതെല്ലാം പ്രിൻ്റ് ഔട്ടുകളാണ്. മലയാളം എന്ന് പറയുന്നത് മലയാള ആൽഫബറ്റിക്കൽ ഓർഡറിലുള്ള ഡെലിവറി നോട്ടിൻ്റെ പ്രിൻ്റ് ഔട്ടാണ്. ഇത് ഇംഗ്ലീഷിലുള്ള പ്രിൻ്റ് ഔട്ടാണ്. മലയാളം റേറ്റ് വൈസ് എന്ന് പറയുന്നത് റേറ്റിൻ്റെ ഓർഡറിലായിരിക്കും പ്രിൻ്റ് ഔട്ട് വരിക. 30 രൂപ 10 രൂപ പുസ്തകങ്ങൾ ആദ്യം, പിന്നെ ഏറ്റവും വില കൂടിയ പുസ്തകങ്ങൾ അവസാനം എന്നുള്ള ഓർഡറിലായിരിക്കും പ്രിൻ്റ് ഔട്ട് വരുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ എടുക്കുന്നത് മലയാളം ആൽഫബറ്റിക്കൽ ഓർഡറിലായിരിക്കും. അത് നമുക്ക് എടുക്കാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചെയ്തിരിക്കുന്ന ഡെലിവറി നോട്ടിൻ്റെ ഒരു പ്രിൻ്റബിൾ ഫോർമാറ്റ് PDF രൂപത്തിൽ വന്നു. പക്ഷേ PDF മലയാളം സപ്പോർട്ട് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് നമുക്കതിനൊന്ന് എക്സ്പോർട്ട് ചെയ്ത് പ്രിൻ്റ് ചെയ്യേണ്ടി വരും. ഇംഗ്ലീഷിലുള്ള PDF ആണെങ്കിൽ നേരെ ഈ പ്രിൻ്റ് ബട്ടൺ കൊടുത്താൽ മതി, നമുക്ക് പ്രിൻ്ററിലേക്ക് പ്രിൻ്റ് ചെയ്യാം. മലയാളത്തിലായതുകൊണ്ട് ഒന്നുകൂടി വേർഡ് ഡോക്യുമെൻ്റ് ആയിട്ട് എക്സ്പോർട്ട് ചെയ്തിട്ട് വേണം പ്രിൻ്റ് ചെയ്യാൻ. ഇപ്പോൾ ഇവിടെ കാണാം RTF അല്ലെങ്കിൽ DocX, ഇതിലേതെങ്കിലും ഒന്ന് കൊടുത്തു. RTF ആകുമ്പോൾ ഏത് വേർഡിലും ഏത് വേർഷനിലും ഓപ്പൺ ആവും. RTF കൊടുത്തു, അത് എക്സ്പോർട്ട് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ സാധാരണ എക്സ്പ്ലോററിലൊക്കെ ഇങ്ങനെ ഒരു കീപ്പ് അല്ലെങ്കിൽ സെക്യൂരിറ്റി ഓപ്ഷൻ വരും. നമ്മളൊന്ന് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അത് പെർമിഷൻ കൂടി കൊടുക്കണം. നമ്മൾ പെർമിഷൻ കൊടുത്ത് ഡൗൺലോഡ് ചെയ്തു. ഇപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ ക്ലിക്ക് ചെയ്തത് ഓപ്പണായി. ഈ ഓപ്പൺ ആയത് ആണ് നമുക്ക് ഇനി നേരെ ഫയൽ പ്രിൻ്റ് കൊടുത്ത് പ്രിൻ്റ് ചെയ്യാം. ഇങ്ങനെയാണ് ഒരു പ്രിൻ്റ് ഔട്ട് നമുക്ക് എടുക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്കൊന്ന് ഓപ്പണിംഗ് സ്റ്റോക്കിലേക്ക് പോകാം. നമ്മൾ ചെയ്തിരിക്കുന്ന ഓപ്പണിംഗ് സ്റ്റോക്ക് ഒന്ന് വെരിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് എടുക്കുക. ചെയ്തിരിക്കുന്ന ഓപ്പണിംഗ് സ്റ്റോക്ക് വലതുവശത്ത് കാണാം. ഇവിടെ സെലക്ട് ചെയ്തു, ഈ 3 ഡോട്ട് ബട്ടണിൽ അടിച്ചു. നേരത്തെ ചെയ്ത പോലെ ഷോ ഇൻ റിപ്പോർട്ടിൻ്റെ മൗസ് അവിടെ വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ആരോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ, ആരോയിൽ മൗസ് ക്ലിക്ക് ചെയ്യേണ്ട, അവിടെ മൗസ് മൂവ് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു മെനു വരും. ഇതിൽ മലയാളം റേറ്റ് വൈസ്. ഇപ്പം സ്റ്റോക്ക് നമുക്ക് റേറ്റ് വൈസ് ആണ് നാം എടുത്തിരിക്കുന്ന സ്റ്റോക്ക് റേറ്റിൻ്റെ ഓർഡറിലാണ് വെരിഫൈ ചെയ്യാൻ എളുപ്പമെങ്കിൽ അങ്ങനെ എടുക്കുക. അതല്ല എടുത്തിരിക്കുന്ന ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് എളുപ്പമെങ്കിൽ രണ്ടിലും നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്ന ഡാറ്റ തന്നെ വരുള്ളൂ. ഞാനിപ്പോൾ റേറ്റ് വൈസ് എടുക്കുകയാണ്. ഇപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എടുത്തതിൻ്റെ ഓർഡറിൽ, റേറ്റിൻ്റെ ഓർഡറിൽ 30 രൂപയുടെ പുസ്തകങ്ങൾ ആദ്യം, 40 രൂപയുടെ പുസ്തകങ്ങൾ രണ്ടാമത്, 50 രൂപയുടെ, അങ്ങനെ ആ ഓർഡറിലാണ് വന്നിരിക്കുന്നത്. ഇതൊന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി ഒന്ന് എക്സലിലേക്ക് എടുത്തിട്ട് വേണം നമുക്കൊന്ന് വെരിഫൈ ചെയ്യാനെന്നുണ്ടെങ്കിൽ ഇതേപോലെ നേരത്തെ ചെയ്ത് എക്സ്പോർട്ട് ഓപ്ഷൻ അടിക്കുക, XLS അടിക്കുക, കീപ്പ് അടിച്ചു, ഓപ്പൺ ആക്കി. ഇത് എക്സെൽ ഓപ്പണായി. ഇനിയിപ്പോൾ നമുക്ക് റേറ്റിൻ്റെ ഓർഡറിലാണ് വന്നിരിക്കുന്നത്, എക്സെല്ലാണുള്ളത്. നമുക്ക് വെരിഫൈ ചെയ്യുമ്പോൾ ഒന്ന് മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ മാർക്ക് ചെയ്യാൻ പറ്റും എക്സെല്ലിൽ. ഇപ്പോൾ 30 രൂപയുടെ പുസ്തകം 13 ക്വാണ്ടിറ്റി സ്റ്റോക്ക് എടുത്തു, ചെക്ക് ചെയ്യാം. തുകകളിൽ എന്തെങ്കിലും വ്യത്യാസം കാണുകയാണെങ്കിലാണ് നമുക്കിങ്ങനെ വെരിഫൈ ചെയ്യേണ്ടി വരുന്നത്. ഇത് 13 രൂപ കൊടുത്തു, ഒന്ന് മാർക്ക് ചെയ്തു, ഒരു കളർ കൊടുത്ത് മാർക്ക് ചെയ്തു. അടുത്തത് പാതി ആകാശത്തിനോട് ഉടമകൾ എന്നുള്ള പുസ്തകമാണ്, 1 സ്റ്റോക്ക് ക്വാണ്ടിറ്റി, അത് ശരിയാണെങ്കിൽ ഓക്കെ അടിക്കുക. ഈ രീതിയിൽ നമുക്ക് വെരിഫൈ ചെയ്യാവുന്നതാണ്. ഇത്തരത്തിലാണ് നമ്മൾ ചെയ്തിരിക്കുന്ന എൻട്രികളുടെ ഒരു റിപ്പോർട്ട് എടുക്കുകയും വെരിഫൈ ചെയ്യുകയും ചെയ്യുന്നത്. എല്ലാവർക്കും നന്ദി.